എന്ന് പറഞ്ഞു വരും, എന്ന് പറഞ്ഞിട്ട് എന്ന് വരും, എന്നിട്ട് രണ്ടാളും കൂടി കമ്പൈൻ ആവും. അപ്പൊ ആൻ എന്ന് വായിക്കാം. ഈശ്വര, ഇത് നമ്മുടെ ഫിഷ് ബോൺ ആണ്. അടുത്തത് വീട്ടിലിടാനുള്ള ഡ്രസ്സ് മേടിച്ചതാണ് കേട്ടോ. അത്ര കൊള്ളൂല, കടിച്ചപ്പോഴത്തെ പോലെയല്ല, പിന്നെ അത്ര വലിയ ടേസ്റ്റ് അല്ലേ. ഞാൻ തേമൂന്ന് ഓർഡർ ചെയ്ത കുറച്ച് ഐറ്റംസ് ഒക്കെ വരാനുണ്ട്. അപ്പൊ അതെന്തായാലും അൺബോക്സും കൂടി ചെയ്തിട്ട് ബൈ ബൈ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇപ്പൊ കുറെ നാളായി നമ്മൾ ലോങ് വീഡിയോസ് ചെയ്തിട്ട്. എല്ലാ ലോങ് വീഡിയോയുടെ ഇൻട്രൊഡക്ഷൻ ഇങ്ങനെ തന്നെയാണ്, കുറെ നാളായി എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഷോർട്ട് വീഡിയോസ് ചെയ്ത് ലോങ് വീഡിയോസ് ചെയ്യാൻ കുറച്ച് മടിയാണ്, പിന്നെ സമയവും കിട്ടുന്നില്ല. അപ്പൊ എന്തൊക്കെയുണ്ട്, ഇവിടെ മാർച്ചായി, ഇപ്പൊ സക്കുറ സീസൺ ആയി തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഇവിടെ ചെറിയ മരങ്ങളിലൊക്കെ ഇങ്ങനെ ചെറിയ ബ്ലോസംസ് ആയി തുടങ്ങി. ഇന്നിപ്പോ ചേട്ടൻ ഓഫീസിൽ പോയിരിക്കുകയാണ്. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് കുക്കിംഗ് പരിപാടികളൊന്നും ഇല്ല. ഞാനുള്ളതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കഴിക്കുക. എനിക്ക് വേണ്ടിയിട്ട് കുക്ക് ചെയ്യാൻ ഒക്കെ മടിയാണ് കേട്ടോ. അപ്പൊ കിച്ചുവിനെയും സ്കൂളിൽ വിട്ടിട്ട് വേഗം വന്നിട്ട് വ്ളോഗിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാ. പക്ഷെ ഉണ്ടല്ലോ, ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ഇടാനുണ്ടായിരുന്നേ. അപ്പൊ അതിന് സോങ് തപ്പി ഒരു 45 minutes ആയി സോങ് തപ്പിക്കൊണ്ടേയിരിക്കുന്നു. എനിക്കാണെങ്കിൽ ഞാൻ അധികം മൂവീസ് ഒന്നും കാണില്ല, എനിക്ക് പാട്ടുകൾ അത്ര ഒന്നും അറിയില്ല. പക്ഷെ എനിക്ക് എന്റെ ഫീലിനനുസരിച്ചിട്ട് പാട്ട് കിട്ടുന്ന വരെ ഞാനിങ്ങനെ തപ്പി എത്ര നേരം പോയി. അതാണ് ഈ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും എടുത്തിട്ടുണ്ടെങ്കിൽ നേരം പോണ വഴി കാണില്ല. നമ്മുടെ കിച്ചുക്കുട്ടിനെ സ്കൂള് മാറ്റിയതിനെ കുറിച്ചിട്ട് കമന്റ്സിലൂടെയും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജസിലൂടെയും കുറച്ച് പേരൊക്കെ ചോദിച്ചായിരുന്നു. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കാന്ന് വിചാരിച്ചു. കിച്ചുവിനെ 4.5 വയസ്സ് വരെ ജാപ്പനീസ് ഹോയ്ക്വനിലാണ് വിട്ടത്. ജാപ്പനീസ് ഹോയ്ക്വൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡേ കെയർ ആണ് കേട്ടോ. അപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം 5:30, 6 മണി, 6:30 വരെയൊക്കെ നിർത്താൻ പറ്റും. ഡിപ്പെൻസ് ഓൺ പാരന്റ്സിന്റെ ജോലി സമയം. പിന്നെ 2 പാരന്റ്സിനും ജോലി ഉണ്ടെങ്കിൽ മാത്രമാണ് ജാപ്പനീസ് ഹോയ്ക്വനിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ അമ്മയ്ക്ക് ജോലി ഇല്ലെങ്കിൽ അമ്മ ജാപ്പനീസ് പഠിക്കാനോ അങ്ങനത്തെ എന്തെങ്കിലും പഠിക്കാനായാലും പോയാൽ മതി. അപ്പൊ വീട്ടിലെ പാരന്റ്സ് നോക്കാനില്ലാത്ത കുട്ടികളെ ആക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വാർഡ് ഓഫീസിലൊക്കെ പോയി ഫില്ലൊക്കെ ചെയ്ത് കൊടുത്താലാണ് നമുക്കിവിടെ അലോട്ട്മെന്റ് വഴി കിട്ടുക. അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോയ്ക്വൻസ് ഉണ്ട്, അപ്പൊ അവിടെ ഫീസ് ഒത്തിരി ഉണ്ടാവും. ജാപ്പനീസ് ഹോയ്ക്വനിലാണെങ്കിൽ 3 വയസ്സ് തുടങ്ങിയിട്ട് ഫ്രീ ആണ് കേട്ടോ. പിന്നെ 2ാമത്തെ കുട്ടിക്ക് ഫ്രീ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പൊ ഹോയ്ക്വനിൽ 6 വയസ്സ് വരെയാണ് നിർത്താൻ പറ്റുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എലമെന്ററി സ്കൂളിലേക്ക് മാറ്റാം. ഹോയ്ക്വൻ അല്ലാത്ത വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാല് ജാപ്പനീസ് യോച്വൻ ഉണ്ട്. യോച്വൻ എന്ന് വെച്ചാൽ ഒരു കിൻഡർ ഗാർഡൻ ആണ്. അപ്പൊ നമ്മുടെ പണ്ട് ജിക്കുട്ടൻ ജാപ്പനീസ് സ്കൂളിൽ പോയിരുന്നില്ലേ, അത് യോച്വൻ ആയിരുന്നു കേട്ടോ. അപ്പൊ അത് കാലത്ത് തുടങ്ങിയിട്ട് ഉച്ച വരെയൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു പ്രോപ്പർ സ്കൂള് പോലെ ആയിരിക്കും, ടൈം ടേബിൾ പോലെ ചെറുതായിട്ട് പഠിപ്പിക്കലും ക്രാഫ്റ്റും കാര്യങ്ങളും. വലിയതായിട്ടും പഠിപ്പിക്കൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഇന്റർനാഷണൽ കിൻഡർ ഗാർഡൻ പോലെയൊന്നും ABCD അങ്ങനത്തെ അക്ഷരങ്ങൾ അങ്ങനൊന്നും പഠിപ്പിക്കില്ല. പക്ഷെ പാട്ടുകൾ പഠിപ്പിക്കുക, ഒരു സിസ്റ്റമാറ്റിക് ഒരു സ്കൂൾ ഫോം ആയിരിക്കും. പിന്നെ 2 പേരും വർക്ക് ചെയ്യണ പാരന്റ്സ് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ ഹോയ്ക്വനിൽ അപ്ലൈ ചെയ്യുന്നതാണ്. രാവിലെ തുടങ്ങിയിട്ട് വൈകുന്നേരം നമുക്ക് നിർത്താൻ പറ്റില്ല. ഇനി കുട്ടി ഉച്ചയ്ക്ക് സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നോക്കാനൊന്നും ആരും ഇല്ലല്ലോ. അപ്പൊ അതാണ് ബെസ്റ്റ് ഓപ്ഷൻ. എന്നിട്ട് നമ്മൾ വീട്ടിൽ നിന്നും കൂടി ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 5 വയസ്സ് വരെയൊക്കെ ഹോയ്ക്വനിൽ വിടുന്നോണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. 5 വയസ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്റർനാഷണൽ സ്കൂളിലേക്ക് മാറ്റാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജാപ്പനീസ് സ്കൂളിൽ വിടുക, എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഹോയ്ക്വനിൽ ആകെയുള്ള പ്രശ്നം വെച്ചാൽ പഠിപ്പിക്കലൊന്നും ഇല്ലല്ലോ. രാവിലെ കളി, പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുക, ഉറക്കം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ താമസിക്കുന്ന ഈ ഏരിയയിലൊക്കെ ഉണ്ടല്ലോ അഡ്മിഷൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഒത്തിരി പേരുണ്ട് ഇവിടെ. അപ്പൊ അപ്ലിക്കേഷൻ ഫോം കൊടുത്തു തുടങ്ങുമ്പോൾ തന്നെ വേഗം പോയി എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റാക്കി അപ്ലൈ ചെയ്താൽ കിട്ടി. അങ്ങനെയാണ് അവസ്ഥ. പിന്നെന്താ, കിച്ചുവിനെ ഞങ്ങളുടെ പേടി കൊണ്ട് കുറച്ച് നേരത്തെ അഡ്മിഷൻ എടുത്ത് ഹോയ്ക്വനിൽ മാറ്റിട്ടോ. ഫെബ്രുവരി തുടങ്ങി പോകാൻ തുടങ്ങി. എന്നുവെച്ചാൽ കിച്ചു വീട്ടില് മലയാളമാണ് സംസാരിക്കുക. അപ്പൊ ഇംഗ്ലീഷിന്റെ യാതൊരു ബേസും ഉണ്ടായിരുന്നില്ല. പിന്നെ ABCDയും 1, 2, 3 ഒക്കെ എഴുതാനൊക്കെ പഠിപ്പിച്ചു. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ABCD വല്ല പഠിപ്പിക്കേണ്ടത് ഇപ്പോ ആ സൗണ്ട് വെച്ചിട്ടാണ്, ഫോണിക് സൗണ്ട് വെച്ചിട്ടാണ്. അപ്പൊ നമ്മളിങ്ങനെ സാധാരണ പോലെ പഠിപ്പിച്ചുകൊണ്ട് തന്നെ അവന് പഠിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി. അപ്പൊ അതിന് ഹെൽപ്പ് ചെയ്തത് ഒരു യൂട്യൂബ് ചാനലാണ് കേട്ടോ. ജിക്കുട്ടനും ആ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് വായിക്കാനൊക്കെ കുറച്ചും കൂടി ഈസി ആയിട്ട് പഠിച്ചത്. ആൽഫ ബ്ലോക്സും നമ്പർ ബ്ലോക്സും ഉണ്ട് കേട്ടോ. ആൽഫ ബ്ലോക്സിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരോ ബ്ലോക്കുകളിൽ ഓരോ ലെറ്റർ എഴുതിയിട്ട് ഇങ്ങനെ വരും. അത് ഇപ്പൊ ആണെങ്കിൽ A വരുമ്പോ ഇങ്ങനെ പറയും എന്ന് പറഞ്ഞു വരും, എന്ന് പറഞ്ഞിട്ട് എന്ന് വരും, എന്നിട്ട് രണ്ടാളും കൂടി കമ്പൈൻ ആവും. അപ്പൊ ആൻ എന്ന് വായിക്കാം. അപ്പൊ അതേപോലെ ഓരോ ലെവലിലുള്ള കുറെ വീഡിയോസ് ഉണ്ട്. അപ്പൊ അത് വെച്ച് കൊടുക്കുമ്പോ വായിക്കാൻ കുട്ടികൾക്ക് ഇൻട്രസ്റ്റോടെ കാണാലോ. പിന്നെ എന്നൊന്നും അത് കാണാൻ സമ്മതിക്കൂല.
അങ്ങനെ അതേപോലെ നമ്പർ ബ്ലോക്സ് ഉണ്ട്. അപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതാണ് സ്കൂളിലത്തെ വിശേഷങ്ങള്. പിന്നെ സാറ്റർഡേയും സൺഡേയും ഇവിടെ നല്ല വെതർ ആയിരുന്നു കേട്ടോ. ഒരു 16-18 ഡിഗ്രിയിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ജാക്കറ്റ് പോലും വേണ്ടായിരുന്നു പുറത്തേക്ക് ഇറങ്ങാൻ. എന്നിട്ട് ഇന്നലെ തിങ്കളാഴ്ച നോക്കിയപ്പോൾ നല്ല മഴയും സ്നോഫാളും. 4 ഡിഗ്രി 5 ഡിഗ്രി ആ റേഞ്ച് എത്തി. ഇന്ന് രാവിലെയൊക്കെ 0 ഡിഗ്രി ആയിരുന്നു. ഫീൽസ് ലൈക്ക് -4 കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നും ഉച്ചതിരിഞ്ഞ മഴ കാണിക്കും. പിന്നെ ഇതിലെ വെതർ ആപ്പിൽ പറയുന്ന പോലെ തന്നെ ഏകദേശം ഒക്കെ സംഭവിക്കും കേട്ടോ. അപ്പൊ നാളെ മഴയാണെങ്കിൽ നമുക്ക് ഇന്നേ നേരത്തെ കൂട്ടി അറിയാൻ പറ്റും. അപ്പൊ ഇപ്പൊ 5 ഡിഗ്രിയാണ്. ഉച്ചയ്ക്ക് 1 മണി തുടങ്ങിയിട്ട് മഴ പെയ്യുന്നതാണ് കാണിക്കണത്. പെയ്യുമായിരിക്കും. പിന്നെ 2 ആഴ്ച മുമ്പ് നമ്മുടെ ചേട്ടൻ ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ട് ചൈനയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓഫീസിൽ നിന്ന് പോയതാണ്, ഓഫീസിന്റെ ആവശ്യത്തിന് പോയതാണ്. അപ്പൊ പോയി വന്നപ്പോ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. അതില് സ്നാക്സ് ഉണ്ടായിരുന്നു. ആരോ ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ. അപ്പൊ ഇത് ഫുള്ള് സീ ഫുഡ് സ്നാക്സ് ആണ്. അപ്പൊ എനിക്കിത് വലിയ താല്പര്യമില്ലാത്ത ഐറ്റാണ്. ഇവിടെ ഉണ്ട് കുറെ, ഞാനിതൊന്നും ട്രൈ ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ഭയങ്കര മടി, ഇത് തുറക്കാൻ തന്നെ മടിയായിരുന്നു. എന്തായാലും ഇത് വലിയ വേസ്റ്റ് ആയി പോകുള്ളൂ. നമുക്കിത് തുറന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ഈ ഫിഷ് ഐറ്റംസ് സ്നാക്സിലേക്ക് വരുമ്പോഴേ വല്ലാത്തൊരു സ്മെല്ലായിരിക്കും. ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ ഒത്തിരി ഉണ്ട്. ഞാൻ അധികം ട്രൈ ചെയ്തിട്ടൊന്നുമില്ല. ഈ ഒരു ഐറ്റം നോക്കിയേ, നമ്മുടെ ഫിഷിന്റെ ബോണാണ് കേട്ടോ. അതായത് നമ്മുടെ മുള്ള്, ഉള്ളിൽ കാണുന്ന നല്ല വലിപ്പത്തിലുള്ള മുള്ളില്ലേ ചില മീനുകളുടെ, അത് എന്തോ ഫ്രൈ ചെയ്തതോ എന്തോ ഒരു സംഭവമാണത്. പേര് വായിക്കുമ്പോ എന്തോ പോലെ. ഫിഷ് ഫില്ലറ്റ്, ഗ്രിൽഡ് ഡ്രൈ ഡ്രൈഡ് ഈൽ ഫിഷിന്റെ ഡ്രൈ രൂപമാണ് കേട്ടോ. അങ്ങനെ തന്നെ ഉണ്ട് ഫിഷ്. അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. എനിക്ക് ഇത് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്താൽ കൊള്ളാന്നുണ്ട്. ഇതിന്റെ ഇംഗ്ലീഷിലൊന്നും കൊടുത്തിട്ടില്ല. എന്തായാലും തുറന്നു നോക്കാം. വല്ലാത്ത സ്മെല്ലാണ് കേട്ടോ. ഇത്രയും വലിയ പാക്കറ്റിൽ ആകെ ഒരു ഇത്തിരിയേ ഉള്ളൂ കേട്ടോ. ആകെ ഇത്രയേ ഉള്ളൂ കേട്ടോ പാക്കറ്റില്. പാക്കറ്റ് പൊട്ടിച്ചപ്പോ വല്ലാത്തൊരു സ്മെല്ലായിരുന്നു. കഴിക്കുമ്പോ അത്ര കുഴപ്പമില്ല കേട്ടോ. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളുന്നില്ല. എന്തായിരിക്കും സംഭവം? ഞാൻ ഒക്ടോപ്പസിന്റെ എന്തോന്ന് വിചാരിച്ച, പക്ഷെ സ്ക്വിഡിന്റെ ഫ്രണ്ടിലുള്ള സംഭവം തോന്നുന്നുണ്ട് കേട്ടോ. ഇത് വലിയ കുഴപ്പമില്ല കേട്ടോ. ഈ പാക്കറ്റ് തുറക്കുമ്പോഴത്തെ ആ സ്മെല്ലാണ്. എടുത്ത് കഴിക്കുമ്പോ ആ ഒരു സ്മെല്ല് തോന്നുന്നില്ല. ടേസ്റ്റും വലിയ കുഴപ്പമില്ല. ഇതും സ്ക്വിഡിന്റെ എന്തോ സ്നാക്കാന്ന് തോന്നുന്നു. കാണാൻ നല്ല ഭംഗിയുള്ള ചിപ്സ് പോലെയുണ്ട്. ഇതിന് സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല. ചിപ്സ് ആണ് കേട്ടോ. ഇത് കൊള്ളാം. അത്ര കൊള്ളൂല. കടിച്ചപ്പോഴത്തെ പോലെയല്ല, പിന്നെ അത്ര വലിയ ടേസ്റ്റ് ഇല്ല. കടിച്ചു കഴിയുമ്പോ എന്തോ പോലെ ഉണ്ട്. അത് നമുക്ക് പാക്ക് ചെയ്തെടുത്ത് വെക്കാം. ആദ്യം കടിച്ചപ്പോൾ വിചാരിച്ചു നല്ലതാണെന്ന്. പിന്നെ ടേസ്റ്റ് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോഴേ എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ. ബാക്കി ഇത്രയും സാധനങ്ങൾ കൂടി ഉണ്ടെന്ന് എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റും തോന്നണില്ല. അതെന്തായാലും എന്നെ കൊണ്ട് ട്രൈ ചെയ്യാൻ പറ്റില്ല. ബാക്കി അവിടെ എല്ലാം കൂടി ഞാൻ പാക്ക് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആരും പോവല്ലേ, ഞാൻ തെമ്മൂന്ന് ഓർഡർ ചെയ്ത കുറച്ച് ഐറ്റംസ് ഒക്കെ വരാനുണ്ട്. അപ്പൊ അതെന്തായാലും നമുക്ക് അൺബോക്സ് കൂടി ചെയ്തിട്ട് ബൈ ബൈ പറയാട്ടോ. ഞാൻ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് റെഡി ആയതായിരുന്നു കേട്ടോ. ആ ടൈമിലാണ് നമ്മുടെ തെമ്മൂന്ന് ഓർഡർ ചെയ്ത ഐറ്റംസ്. അപ്പൊ നമുക്കിത് കണ്ടിട്ട് പോവാം. ജിക്കുട്ടിന്റെ സ്കൂളിലേക്ക് ആനുവൽ ഡേയുടെ പെർഫോമൻസിന് ഗ്രേ ഹുഡി ആവശ്യമുണ്ട്. അതിന് മേടിച്ചതാണ് കേട്ടോ. അപ്പൊ ഒട്ടും കട്ടിയില്ല. അപ്പൊ കുഴപ്പമില്ല, ഇനിയുള്ള സീസണിൽ അത് ഇടാലോ. 800 യെന്നിന് വേർത്താണെന്ന് തോന്നണു. നൂല് പൊന്തോന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. എന്നാലും നല്ല മെറ്റീരിയൽ ആയിട്ട് കാണുമ്പോൾ തോന്നണത് കേട്ടോ.
ഇനി അടുത്തത് ഞാനൊരു ടോപ്പ് വെറുതെ കണ്ടപ്പോൾ മേടിച്ചതാണ്. എനിക്ക് ഇഷ്ടപ്പെടുന്ന ടോപ്പ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ബ്ലാക്ക് കളർ. അപ്പോൾ എനിക്ക് അധികവും ബ്ലാക്ക് ഡ്രസ്സാണ് ഉള്ളത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നത് പിന്നെയും ബ്ലാക്ക് തന്നെ. അപ്പോൾ ബ്ലാക്കിൽ നിന്ന് ഒരു മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കളർ കണ്ടപ്പോൾ മേടിച്ചതാണ്. പക്ഷെ ഒട്ടും ഇത്രയേ ഉള്ളൂ ആകെ തുണി, ഒരു ഹാൻഡ് കർച്ചീഫിൻ്റെ അത്ര വലുപ്പം തോന്നണുള്ളൂ. എന്താ അവസ്ഥ എന്നറിയില്ല. ഞാൻ വിചാരിച്ചു വീഡിയോ ഒക്കെ ഇടുമ്പോൾ അത് മാറ്റിയിടായോ എന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ് കേട്ടോ. ഇതിനെന്തോ 400 എന്തോ ഉള്ളൂ. അത് നാട്ടിലത്തെ ഒരു 200 രൂപ ആ ഒരു റേഞ്ച്. അപ്പം ലൈനിങ് ഒന്നുമില്ല, എന്നാലും നല്ല സ്റ്റിച്ചൊക്കെയാണ്. ഈ തുണി കേട് വരുന്ന തുണിയല്ല. ഈ പൈസക്ക് ഇത് കൊള്ളാമെന്ന് തോന്നുന്നു. സൈസിന്റെ കാര്യത്തിൽ ഒരു ഡൗട്ടുള്ളൂ. ഞാൻ L സൈസാണ് സാധാരണ ഓർഡർ ചെയ്യാറ്. അടുത്തത് വീട്ടിലിടാനൊരു ഡ്രസ്സ് മേടിച്ചതാണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ലേ, ഇഷ്ടപ്പെട്ട് വരുമ്പോ ഒക്കെ ബ്ലാക്ക് ആയി പോവാ. പിന്നെയും ഒരു പൈജാമയും കൂടി ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചു, അതും ബ്ലാക്ക് ആയിപ്പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി എല്ലാതും ബ്ലാക്ക് വേണ്ട, വീഡിയോസിൽ അല്ലെങ്കിൽ ഫുള്ള് ബ്ലാക്ക് ആണ്. ഇതാണ് ടോപ്പ്, ഇത് ബോട്ടം. കണ്ടിട്ട് നല്ല മെറ്റീരിയൽ, നല്ല സുഖമാണെന്ന് തോന്നണം ഇടാൻ നല്ല സുഖമുള്ള ഒരു മെറ്റീരിയൽ കേട്ടോ. പക്ഷെ ഇനി ലെങ്ത് ഒക്കെ ഉണ്ടോ നോക്കണം. പാൻറ്റിന് അത്യാവശ്യം ലെങ്ത് തോന്നുന്നുണ്ട്, പക്ഷെ ടോപ്പ് ഇത്തിരി ഇറക്കം കുറഞ്ഞ ടൈപ്പാന്ന് തോന്നുന്നുണ്ട്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. സൈസ് ഓക്കെ ആണെങ്കിൽ ഇങ്ങനെ എടുക്കും. ഇനി അടുത്തത് മേടിച്ചത് ഒരു ചൂലാണ് കേട്ടോ. നമ്മുടെ വീട്ടിലത്തെ ചൂല് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒടിഞ്ഞ ചൂലും വെച്ചിട്ട് കഷ്ടപ്പെട്ട് ഞാൻ അടിച്ചായിരുന്നത്. എന്ന് വെച്ചാൽ ഡെയ്സോയില് ചൂല് കിട്ടിയായിരുന്നു 100 സ്റ്റോറിൽ. ഇപ്പൊ ഡെയ്സോയില് ചൂല് കിട്ടുന്നേ ഇല്ല. പിന്നെ വേറെ ഇവിടെ അടുത്ത ഷോപ്പിലൊന്നും അങ്ങനെ ചൂല് കണ്ടിട്ടില്ല ഞാൻ. അപ്പോൾ തെമ്മൂല് ഇപ്പൊ ഫ്രണ്ട്സൊക്കെ മേടിച്ച ഒരു ചൂലുണ്ട്. തെമ്മ് തുറക്കുമ്പോ തന്നെ അതന്നെയാണ് വരുന്നത് സജഷനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് മേടിച്ച് പരീക്ഷിക്കാന്ന് വിചാരിച്ചു. ചിരിക്കാനൊക്കെ പറ്റും, പല ആംഗിളിലാക്കാം കേട്ടോ. ഇതെന്തിനാണെന്നറിയോ, ഇവിടെ നമ്മുടെ ചൂലിലൊക്കെ മുടി പിടിക്കൂലേ, ആ മുടി ഇങ്ങനെ ആക്കി കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ദൈവത്തിന് അറിയാതൊക്കെ വർക്കാവും എന്നുള്ള കാര്യം, പക്ഷെ സംഭവം അതിനുള്ളതാണ്. അത്യാവശ്യം നീളം വെപ്പിക്കാൻ തോന്നുന്നുണ്ട്. നമുക്ക് ഫിറ്റ് ചെയ്ത് നോക്കാം. ഫിറ്റ് ചെയ്യാനുള്ള മാനുവലൊന്നുമില്ല, ഒരു ഊഹം വെച്ചിട്ട് അങ്ങോട്ട് ഫിറ്റ് ചെയ്യന്നെ. ഇത് ഒത്തിരി ലെങ്ത് ആയി പോയതുകൊണ്ടാണോന്ന് അറിയില്ല, ഒരു ബലം തോന്നുന്നില്ല കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഹൈറ്റ് കുറയ്ക്കുകയും ചെയ്യാം. എന്നാലും കുഴപ്പമില്ല, ഈ പൈസയ്ക്ക് ഇത് വേർത്തായിട്ട് തോന്നണു. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.